എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മഹേശ്വരനും ലക്ഷ്മിയമ്മയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോഹിനി അങ്ങോട്ട് ലഡു ഒക്കെ ആയിട്ട് വരുന്നത്. അങ്ങനെ ലഡു ആയിട്ട് വന്നിട്ട് മോഹിനി പറഞ്ഞു, ഇതേ എന്നെ മഹേഷേട്ടാ ലഡു എടുക്കാൻ പറയണേ. ഇതെന്തിനാ ലഡു എന്ന് ചോദിക്കാം. അതൊക്കെ ഉണ്ടെന്ന് പറയണ. പിന്നീട് ലക്ഷ്മിയമ്മയോട് പറഞ്ഞു, ഇതേ ഏട്ടത്തി ലഡു എടുക്കാൻ പറയണ. ഇത് കേട്ടപ്പോ ലക്ഷ്മിയമ്മ പറഞ്ഞു, അതെ ലഡു ഒക്കെ എടുക്കാം, പക്ഷെ അതിനു മുമ്പ് കാര്യം എന്താണെന്ന് അറിയണല്ലോ. ഇന്നൊരു സന്തോഷകരമായ ദിവസം എന്ന് അറിയണം. അല്ല, സന്തോഷത്തിന്റെ കാരണം എന്താ, അത് ഞങ്ങളും കൂടെ അറിയണ്ടേന്ന് ചോദിക്കാം. മധുരം കഴിക്കുന്നതിന് മുമ്പ് കാരണം അറിയണ്ടേന്ന് ചോദിക്കാം. അത് പിന്നെ കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഗൗരിയെ നന്ദുവിനെ ഒരു സ്കൂളിൽ ചേർക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേങ്കില് അവസാനം ഗൗരിക്ക് അവിടെ അഡ്മിഷൻ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഗൗരിയെ വേറെ സ്കൂളിൽ കൊണ്ട് ചേർത്തില്ലേ. അപ്പൊ അതിന്റെ സന്തോഷത്തിന് വേണ്ടാന്ന് പറയണം. ഇത് കേട്ടത് മഹേഷിന്റെ ലക്ഷ്മിയുടെ മുഖം അങ്ങോട്ട് കറുത്തിരുണ്ടു. ഇത് കേട്ടപ്പോൾ ലക്ഷ്മി പെട്ടെന്ന് ചോദിച്ചു, ഓഹോ അപ്പം നിന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നല്ലേ മോഹിനി എന്ന് ചോദിക്കാം. പിന്നല്ലാതെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ആ നന്ദയുടെ മോളെ അങ്ങനെ ഒരുമിച്ച് ഇവിടെ പഠിപ്പിക്കണേ എന്നൊക്കെ പറയണം. അതുകൊണ്ടാണ് ഈ മധുരം എടുത്ത് കഴിക്കാൻ പറഞ്ഞെന്ന് പറയാം. അപ്പോഴേക്കും ഗൗതം അങ്ങോട്ട് വന്നു. ഗൗതത്തോട് മധുരം എടുത്ത് കഴിക്കാനായിട്ട് പറയണം. പിന്നെ ഗൗതത്തിനോട് കാര്യം പറയണം എന്താന്നുള്ള കാര്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ഗൗതം പറഞ്ഞു, അതാണോ, അങ്ങനെയാണെങ്കിൽ ഇരട്ടി സന്തോഷമുള്ള ദിവസമാണ്, ഞാൻ മധുരം കഴിച്ചോളാം എന്ന് പറയണം. ലക്ഷ്മിയമ്മ പറഞ്ഞു, അത് പിന്നെ മോനെ ഞാന്. ഇത് കേട്ടപ്പോ ഗൗതം പറഞ്ഞു, അതെ മോഹിനി ചെറിയമ്മ പറഞ്ഞ എന്താ, അവർ രണ്ടുപേരും ഒരു സ്കൂളിൽ പഠിക്കലെന്ന്. എന്നാ ലക്ഷ്മിയമ്മയ്ക്ക് തിരിഞ്ഞുപോയി. അവർ രണ്ടുപേരും ഒരു സ്കൂളിലാണ് ഇനി പഠിക്കാൻ പോകുന്നേ. ഞാന് നന്ദുമോനെയും കൂടെ ഗൗരി ചേർക്കുന്ന സ്കൂളിലേക്ക് കൊണ്ട് ചേർത്തെന്ന് പറയണം. ഇതിൽ പല അടി മോഹിനിക്ക് കിട്ടാനില്ലായിരുന്നു. മോഹിനി ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ലത്. പിന്നീട് പിങ്കി ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഗൗതം കൂടി തിന്നിട്ട്, ചെന്താ പിങ്കി നീ എന്താ ഇങ്ങനെ വല്ലായിരിക്കണം എന്ന് ചോദിക്കുക. അല്ല ഗൗതം ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും. എന്ത്, ഗൗതത്തിന് വല്ല ബോധമുണ്ടോ, ഗൗതം എന്തിനാ നന്ദുവിനെ കൊണ്ടേ ഗൗരിയുടെ സ്കൂളിലേക്ക് ചേർത്തെന്ന് ചോദിക്കാം. ഓ അതാണ് കാര്യം, അതിനകത്ത് ഇപ്പൊ എന്താ വലിയ കഥ ഇരിക്കണം എന്ന് ചോദിക്കാം. ഗൗതത്തിന് കഥയില്ലായിരിക്കാം. നന്ദു പഠിച്ചുകൊണ്ടിരുന്നേ എന്നെ വലിയ സ്കൂളിലാണെന്നറിയാവോ. അത്രയും വലിയ റെപ്യൂട്ടഡ് ആയ സ്കൂളിൽ പഠിക്കാന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു ഭാഗ്യം തന്നെയാ. അവിടെ അഡ്മിഷൻ കിട്ടാന്ന് പറഞ്ഞതിന് ഭാഗ്യ. എന്നിട്ടാണ് ഇപ്പം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഗൗതത്തിന് മോന്റെ ഭാവിയെ കുറിച്ച് ഒരു ചിന്തയില്ലെന്ന് ചോദിക്കും. എനിക്ക് ചിന്തയുണ്ട്, അതുകൊണ്ടാണല്ലോ ഗൗരി പഠിക്കുന്ന സ്കൂളിലേക്ക് വിട്ടത്. ഓ ഗൗരി പഠിക്കുന്ന സ്കൂള് പോലും എന്താ, നിനക്കെന്താ പുച്ഛഭാവമാണോ, ഞാൻ ആ സ്കൂളിൽ പഠിച്ചിട്ടല്ലേ ഇപ്പം ഒരു IPS ഉദ്യോഗസ്ഥനായിട്ട് നിൽക്കണേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം പിങ്കി പറഞ്ഞ, പണ്ടത്തെ കാലം ഒന്നും അല്ല ഇപ്പം എല്ലായിടത്തും കോമ്പറ്റീഷനാ. ഒരുപക്ഷെ നന്ദു പഠിച്ചിരുന്ന സ്കൂളിൽ പഠിക്കുമായിരുന്നെങ്കിൽ അവൻ നല്ലൊരുത്തനായി മാറിയാനും എല്ലാ കഴിവുകളോടും കൂടിയിട്ട്. കാരണം ഇന്നത്തെ കാലത്തെ ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ മത്സരമാണ്. അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു, അങ്ങനെയുള്ള വിചാരങ്ങളൊന്നും നിനക്ക് വേണ്ട. ഗൗരി ഇതുപോലെ വലിയ സ്കൂളിൽ പഠിച്ചിട്ടാണോ അവൾ ഇത്ര മിടുക്കി കുട്ടിയായിട്ട് വളർന്ന, അല്ലല്ലോ. നമ്മളുടെ പരിചരണം കെയറും കൂടെ വരണം. എത്ര വലിയ സ്കൂളിൽ പഠിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടികൾക്ക് താല്പര്യമില്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ. ഇപ്പൊ തന്നെ നന്ദുമോൻ അവിടെ എത്രമാത്രം ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്നുണ്ടെന്ന് അവനെന്നെ അറിയത്തുണ്ടായിരുന്നല്ലോ. ആ സ്കൂളിൽ കളിക്കാൻ കൂട്ടുകാരില്ല, അതൊന്നുമില്ല. പക്ഷെ അതൊക്കെ ഗൗരി പഠിക്കുന്ന സ്കൂളിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം മാറിക്കിട്ടും. അതാ ഞാൻ പറഞ്ഞെന്ന് പറയാണ്. ഇത് കേട്ടതും പിങ്കി, ഓഹോ അപ്പൊ ഗൗതം അങ്ങോട്ട് തീരുമാനം എടുത്തില്ലേ. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ അവന്റെ അമ്മയല്ലേ, എനിക്ക് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോ ഗൗതം പറഞ്ഞു, തീരുമാനം എടുക്കാം, പക്ഷെ അവന്റെ നന്മയെ കരുതിയിട്ടായിരിക്കണം എന്ന് മാത്രം, അല്ലാതെ ഇങ്ങനെ ആയിരിക്കരുത്. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിന് രണ്ട് വശങ്ങളും നോക്കിയിട്ട് വേണം ചെയ്യാനെന്നൊക്കെ പറയാം. ഓ ഗൗതമിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ നോക്കിയിട്ടാണല്ലോ ചെയ്യുന്നേ. എന്നാലും ഞാനൊരു കാര്യം പറയാം, ഞാൻ എന്താളും എന്റെ മോനെ ആ സ്കൂളിലേക്ക് ചേർക്കത്തില്ല. അതിനെന്താളും ഗൗതം ഇനി വാശി പിടിക്കാനും പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ടേ പോവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതത്തിന് ഒരു കാര്യം മനസ്സിലായി, പിങ്കിയുടെ മനസ്സിലിരിപ്പ് എന്താന്ന്. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഈ സമയം നന്ദയും നള്ളിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നന്ദയോട് നളിനി പറഞ്ഞു, നല്ല കാര്യമല്ലേ ഗൗതം സാറ് ചെയ്തത്, അല്ലെങ്കിൽ നന്ദുവിനെയും ഗൗരിനെയും ഒരു സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് സമ്മതിക്കുമായിരുന്നു ചോദിക്കുക. അതൊക്കെ ശരി തന്നെയാ, പക്ഷേ എങ്കില് എനിക്കെന്തോ എന്തേലും കുഴപ്പമുണ്ടെന്ന് നിൽക്കും. കുഴപ്പമൊന്നുമില്ല, അവർ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്നതൊക്കെ നല്ല ഒരു കൂട്ടുണ്ടാവുമല്ലോ. ഈ പറഞ്ഞ ഗൗരിക്കാണെങ്കിലും നന്ദുവിനാണെങ്കിലും കൂട്ടുണ്ടാവുമായിരിക്കുമല്ലോ എന്ന് പറയണം. അതെ ഗൗതം സാറിന് സ്നേഹമുണ്ട്, അതുകൊണ്ടല്ല അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും നന്ദ പറഞ്ഞു, സ്നേഹം അതിനെക്കുറിച്ചൊന്നും ഇപ്പം ഞാൻ ചിന്തിക്കാറില്ല നല്ലേ, അതൊക്കെ പണ്ടുള്ള വികാരങ്ങളല്ലേ. എൻ്റെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെയുള്ള വികാരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെയുള്ള വികാരങ്ങളോ വിചാരങ്ങളോ ഒന്നും ഇല്ല എന്ന് പറയണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിങ്കിയുടെ കോള് വരുന്നത്. പിങ്കിയാണല്ലോ വിളിക്കണമെന്ന് ഓർത്തുകൊണ്ട് നന്ദ കോൾ എടുക്കുവാണ്. എന്താ പിങ്കി കാര്യം എന്ന് ചോദിക്കാം. അതെ എനിക്ക് നന്ദയെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറയും. കാണാൻ എന്തിനാ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അന്ന് ഇപ്പൊ പറഞ്ഞോ എന്ത് കാര്യമാണെന്ന് ചോദിക്കുകയാണ്. അതിപ്പം ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമില്ല, നേരിട്ട് കണ്ട് സംസാരിക്കണം എന്ന് പറയാം.
അല്ല എന്തിനെക്കുറിച്ചാ പറയുന്നതെന്നൊക്കെ ഒന്ന് പറയാമോ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് പിങ്കി കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് നന്ദ പറഞ്ഞു ശരി ആയിക്കോട്ടെ, എങ്കിൽ നമുക്ക് കാണാം എന്നൊക്കെ പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കാണാൻ തീരുമാനിക്കുകയാണ്. പിന്നീട് എന്ത് ചെയ്യുകയാണ്, പിങ്കി നന്ദയെ കാണാനായിട്ട് വരിക. അങ്ങനെ നന്ദയെ കാണാൻ വന്നു കഴിഞ്ഞിട്ടാണ് പിങ്കി ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. നന്ദ, എനിക്ക് എന്താണെങ്കിലും നന്ദുമോനെ ഗൗരിയുടെ സ്കൂളിലേക്ക് ചേർക്കാൻ ഒട്ടും താല്പര്യമില്ല. പക്ഷേ ഗൗതം അങ്ങനെയല്ല. ഗൗതത്തിന് നന്ദുവിനെ ഗൗരി പഠിക്കുന്ന സ്കൂളിൽ ചേർക്കാനാ താല്പര്യം. അറിയാലോ, അവൻ അത്രയും വലിയൊരു സ്കൂളിൽ പഠിച്ചിട്ട് വന്ന, അപ്പൊ അവനെ അതിനേക്കാളും ചെറിയ സ്കൂളിലേക്ക് ചേർക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് പറയണ. ഇത് കേട്ടപ്പോൾ നന്ദ ഒന്ന് ആലോചിച്ചു. പിന്നീട് നന്ദ പറഞ്ഞു ഗൗരിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അവകാശം എനിക്കുണ്ട്, അതുപോലെ തന്നെ നന്ദുവിന്റെ കാര്യത്തിൽ അവകാശം എടുക്കാനുള്ള ഇത് പിങ്കിക്കുണ്ട്. അപ്പൊ നിങ്ങളുടെ മോനെ എവിടെ ചേർക്കണം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതിനകത്ത് ഇപ്പം ഞാൻ എന്താ അഭിപ്രായം പറയാനാന്ന് ചോദിക്കുകയാണ്. അല്ല അതിന് പിന്നെ ഗൗതം സമ്മതിക്കുന്നില്ല എന്ന് പറയണ. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗൗതം സാറിന്റെ സമ്മതം നിങ്ങൾക്കല്ലേ വേണ്ടത്, എനിക്കല്ല വേണ്ടത്. എനിക്ക് എന്റെ മോളുടെ കാര്യത്തിൽ ചിന്തിക്കാനുള്ള സമയമുണ്ട്, അല്ലെങ്കിൽ തീരുമാനം എടുക്കാനുള്ള സമയമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഗൗതം സാറിനൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി പറഞ്ഞു അതുകൊണ്ടൊന്നും ആയെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊരു വിലയില്ല, ഒരമ്മയുടെ സ്ഥാനം പോലും തരുന്നില്ല. ഗൗതം സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുക, എന്നിട്ട് അതെന്നില്ല അടിച്ചേൽപ്പിക്കാണ്ട ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു കാരണവശാലും പാടില്ലെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. നന്ദ, എനിക്ക് എന്തെങ്കിലും വഴി കണ്ടെത്തിത്താ എന്നൊക്കെ പറയണം. ഒരു കാര്യം ചെയ്യുക, നീ എത്രയും പെട്ടെന്ന് തന്നെ നീ ശാന്തിപുരത്തേക്ക് തിരികെ പോ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇത് കേട്ടൻ നന്ദ പറഞ്ഞു ശാന്തിപുരത്തിന് തിരികെ പോകാനോ? അതെ, ശാന്തിപുരത്തിന് തിരികെ പോകും. അങ്ങനെയാണ് പിന്നെ എനിക്ക് കുഴപ്പമില്ലല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് നന്ദ പറഞ്ഞു എന്താളും ഇതായി ഇത്രമായി, ഒരു വർഷത്തോളം എങ്കിലും ഞങ്ങൾ ഇവിടെ നിൽക്കട്ടെ, അവളുടെ ഈ വർഷം കൊണ്ട് കഴിഞ്ഞു പോട്ടെ, അതിനുശേഷം എന്താന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാന്ന് പറയണം. ഇത് കേട്ട് ഞാൻ പിങ്കി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുറച്ചാൾ കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ മോനെ എനിക്ക് വേണം. എൻ്റെ മോനെ ആർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ ഒരുക്കുമല്ല. ഒരു പക്ഷേ ഗൗരിയും നന്ദു അടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ വിട്ടു പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണേ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്നൊക്കെ പറയണേ എന്ന് പറയണം. ഇത് കേട്ടോണ്ടാണ് ഗൗതം അങ്ങോട്ട് കയറി വരുന്നത്. ഓഹോ, അപ്പൊ നീ ഇങ്ങോട്ടേക്കാണ് പാഞ്ഞു പെറുക്കി വന്നേ. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നന്ദയോട് പറയാനായിട്ട് കയറി വന്നല്ലെന്ന് ചോദിക്കണം. ഇത് കേട്ടതും പിങ്കോട് അല്ല അത് പിന്നെ ഗൗതം ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. ഗൗരിയും നന്ദു ഒരു സ്കൂളിൽ തന്നെ പഠിക്കും, ഞാൻ പഠിച്ച സ്കൂളാണ്, അവിടെ ഒരു കുഴപ്പമില്ല. പക്ഷേങ്കില് നിന്റെ ആഗ്രഹം നടക്കില്ല. നിന്റെ മനസ്സിൽ എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റി വെച്ചേക്കാൻ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിക്ക് ആപ്പാടെ വിഷമമായിപ്പോയി. പിന്നീട് പറഞ്ഞു നീ ഇത്രയും തരം താഴ്ന്നു പോകേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ തീരുമാനിച്ച എന്താണെന്നറിയോ, എൻ്റെ 2 മക്കളും ഒരിക്കലും പിരിയാൻ പാടില്ല. അവർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും. അല്ലെങ്കിൽ ഒരാൾ വലിയ സ്കൂളിൽ പഠിച്ചു, ഒരാൾ ചെറിയ സ്കൂളിൽ പഠിച്ചു എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവും. അത് പാടില്ല. അതുകൊണ്ടാണ് രണ്ടുപേരെ ഒരേ സ്കൂളിൽ ചേർക്കുന്നത്. അതാകുമ്പോൾ പിന്നെ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം നന്ദയും പിങ്കിയും പരസ്പരം നോക്കുവാണ്. അവർക്കും എന്ത് മറുപടി പറഞ്ഞു നടത്തില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ട് പിങ്കിയോടായിട്ട് ഗൗതം പറഞ്ഞിട്ട് പോവാ. ഇനിയിപ്പം നീ സ്കൂള് മാറ്റാന്നൊന്നും ചിന്തിക്കുക പോലും വേണ്ട, അന്ന് നടക്കാൻ പോകുന്ന കാര്യമല്ല. കുഞ്ഞിനെ ഇങ്ങനെയായിട്ട് പന്ത തട്ടിക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല എന്നൊക്കെ പറയണം. അതിനുശേഷം ഗൗരി വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുവാണ്. സ്കൂളിൽ വിട്ട് വന്ന് കഴിയുമ്പോഴത്തേനും ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദുവിനെ പറ്റിയും പറയുന്നുണ്ട്. അവൻ ഞാനോട് നല്ല കമ്പനിയാ എന്നൊക്കെ പറയണം. ആണോ? എന്നിട്ടോ ഞങ്ങളിതൊരു പുതിയൊരു കളി കളിച്ചു എന്നൊക്കെ പറയാം. അങ്ങനെ ഓരോ കാര്യങ്ങൾ നന്ദുവിനെ കുറിച്ചും, നന്ദു എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ടാ, അവരെൻ്റെ സഹോദരനല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു അത് ശരിയാ, മോളുടെ സഹോദരൻ തന്നെയാ അവനെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന സിസ്റ്റർ സെലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് സിസ്റ്റേഴ്സ് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ സിസ്റ്റേഴ്സ് പറഞ്ഞു എന്തായാലും ആ സിസ്റ്ററിൻ്റെ മദറിൻ്റെ ഭാഗ്യമാണ് ഇങ്ങോട്ടേക്ക് ഭോപ്പാലിന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ തോന്നിയത്. അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്ന് ചോദിക്കും. അത് ശരി തന്നെയാ, എല്ലാം ദൈവകൃപ എന്ന് ഞാൻ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഇത്ര പെട്ടെന്ന് ഭോപ്പാലിന് ഇങ്ങോട്ട് തിരികെ വരാൻ പറ്റില്ലായിരുന്നു. ബിഷപ്പ് എന്നെ ആ ദൗത്യം ഏൽപ്പിക്കില്ലായിരുന്നു പറയണം. അതെന്താ മാത്രം അങ്ങനെ പറഞ്ഞ് എന്ത് ദൗത്യമാണ്? അനാഥ കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തുന്നത്. കാരണം മുമ്പുണ്ടായിരുന്നല്ലോ, പിന്നീട് അന്ന് നിന്നു പോയതല്ലേന്ന് ചോദിക്കണം. അപ്പൊ ആ ഒരു ദൗത്യം, ആ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാ ദൈവം എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചുറ്റും കൂടി സിസ്റ്റേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുവാണ് മദറിനെ. പിന്നീട് മദർ പറഞ്ഞു അതെ ബിഷപ്പ് ഒന്ന് ഉദ്ഘാടനം ചെയ്യും, അന്ന് VIP-കളെയൊക്കെ വിളിക്കണം, പിന്നീട് ഗൗതം മഹേഷിനെ വിളിക്കണം എന്ന് പറയണം. ഗൗതം മഹേഷ് അതെ VIP-കളുടെ കൂട്ടത്തിൽ 1ാം സ്ഥാനം അയാൾക്ക് കൊടുക്കണം. കാരണം ഇവിടെയുള്ളൊരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തിയ അദ്ദേഹമാണ്. എനിക്കൊരു ചോര കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് കിട്ടിയ ആ കുഞ്ഞിനെ ഞാൻ ഇവിടെ നോക്കി പരിപാലിച്ചു. പിന്നീട് അതിനെ ഗൗതമ എടുത്ത് വളർത്തിയെന്ന് പറഞ്ഞു. ഏബലെന്നായിരുന്നു ഞാൻ അവനിട്ട പേര്. പിന്നെ അവൻ്റെ പേരൊക്കെ മാറ്റി, ഇപ്പം അവൻ്റെ പേര് നന്ദൂന്നാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരെ ക്ഷണിക്കാനായിട്ട് പോകണം, ഗൗതത്തിനെ ക്ഷണിക്കാൻ പോകണം. ക്ഷണിക്കാൻ പോകുന്ന സമയത്ത്
എനിക്ക് എൻ്റെ ഏബലിനെ ഒന്ന് കാണുകയും ചെയ്യാലോ, വർഷങ്ങൾക്ക് ശേഷം അവനെ ഒന്ന് കാണുകയും ചെയ്യാലോ, അവൻ ഏത് ഷേപ്പിലാ എന്നും അറിയത്തില്ലോ എന്നൊക്കെ പറയാണ്. അല്ല മദറെ, അന്നത്തെ ദിവസം എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുക. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഒരു കുഞ്ഞിനെ അവിടെ അടുത്ത് പുല്ലരിയാൻ പോയെന്ന് വീട്ടിലെ ചേച്ചിയും ചേട്ടനും കൂടെ കൊണ്ടുതന്നെ. പക്ഷെ ഞാനിനെ പൊന്നുപോലെ നോക്കി. എനിക്ക് ഭോപ്പാലിലേക്ക് പോകേണ്ട വന്നുകൊണ്ടാണ് ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയത്. പക്ഷെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും കുഴപ്പമില്ല, എൻ്റെ മോനെ എനിക്കൊന്ന് കാണാൻ സാധിക്കുമല്ലോ എന്നൊക്കെ പറയണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.